ആലോചിക്കാനും പറയാനും എനിക്ക് നീ മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ കാര്യം നിന്നോട് ആലോചിക്കാൻ പറ്റില്ലല്ലോ. അച്ഛന്റെ പ്രണയകഥ എങ്ങനെ മകനോട് പറയും? എങ്കിലും ഇപ്പൊ ചോദിക്കാണ്, നിനക്കവരെ ഇഷ്ടായോ? ഇഷ്ടായി. പിന്നെ എന്റെ ഇഷ്ടത്തിനോട് എന്താ അർത്ഥം? അർത്ഥമുണ്ട്. അവരോട് നിനക്ക് ഇഷ്ടക്കേട് തോന്നിയാൽ ക്രമേണ അത് എന്നിലേക്കും പകരും. എനിക്ക് നീ നഷ്ടമാകരുത്, നിനക്ക് ഞാനും. അത് ഞാൻ ജീവിച്ചിരിക്കുമുണ്ടാവില്ല. നീ മാത്രം എന്നെ കുറ്റപ്പെടുത്തരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. നിനക്കറിയാം, ഒരുപാട് അപമാനവും വേദനയും സഹിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ദരിദ്രന് കളഞ്ഞു കിട്ടിയൊരു പൊന്നാണയം പോലെയാണ് നിന്നെ എനിക്ക് കിട്ടിയത്. പിന്നെ നീ മാത്രമായിരുന്നു എന്റെ ആശ്വാസം. മറ്റാരേക്കാളും നിന്നെ ഞാൻ സ്നേഹിച്ചു. പക്ഷെ ഇപ്പോ നിനക്ക് വിഷമം തോന്നരുത്. അതിലൊക്കെ കൂടുതലായി ഞാൻ അവരെ സ്നേഹിക്കുന്നു. എനിക്ക് സന്തോഷമുള്ളൂ. എന്നെ പോലെ തന്നെ ധാരാളം അപമാനവും വേദനയൊക്കെ സഹിച്ച ഒരു സ്ത്രീയാണ് അവരും. മരണക്കിടക്കിൽ നിന്നാണ് അവരെ എനിക്ക് കിട്ടിയത്. ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു ആരാധികയുടെ അവസാനത്തെ ആഗ്രഹം എന്ന നിലയിലാണ് ഞാൻ ചെന്ന് കാണുന്നത്. അവരെന്നോട് അവരുടെ കഥ പറഞ്ഞു. മരണമൊഴി പോലെ സത്യവും ശുദ്ധവുമായ വാക്കുകൾ. അവിടെ നിന്നാണ് തുടക്കം. ഇന്ന് ഒരിക്കലും വേർപെടുത്താനാവാത്ത വിധം ഹൃദയങ്ങൾ, ബുദ്ധി, പ്രജ്ഞ എല്ലാം ഒരുങ്ങി ഒന്നായതുപോലെ. നമുക്കല്പം നടക്കല്ലേ? ഞാൻ പറയാൻ ഉദ്ദേശിച്ച മറ്റൊന്നാണ്. പണ്ടൊന്നും ഇല്ലാത്തൊരു ഭയം, രംഗബോധം ഇല്ലാത്ത കോമാളിയെക്കുറിച്ച് ഏത് രസച്ചരടും പൊട്ടിച്ചെറിഞ്ഞ് മൂപ്പര് കടന്നു വരും. പുഴക്കരയിലെ പൊന്മാനെ പോലെ മരണം ഏത് നിമിഷമാണ് എന്നെ കൊത്തിക്കൊണ്ട് പറന്നു പോവുക എന്നറിയില്ല. പ്രായത്തിന്റെ പ്രയോറിറ്റി എനിക്കാണല്ലോ. ഞാൻ പോയാൽ അവൾ അനാഥയാകരുത്. എല്ലാ ബന്ധങ്ങളും അറുത്തെറിഞ്ഞിട്ട് വന്നവളാണ്. ഒരു മകനെ പോലെ ഹരി ഉണ്ടാവണം. അതെന്നോട് പറയണോ? ഇതല്ലാതെ നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. ശരി, ഒരു കഥ പറയാം. കഥയല്ല, എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ. ജീവിതത്തിന്റെ മുന്തിരിച്ചാറ് കുടിച്ച് മതി വരാതെ മകന്റെ യൗവനം കടം ചോദിച്ച ഒരു രാജാവ് ഉണ്ടായിരുന്നു പണ്ട്, യയാതി. വാർദ്ധക്യം ഏറ്റുവാങ്ങി മകൻ തന്റെ യൗവനം അച്ഛന് കടം കൊടുത്തു. ആ സിദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്റെ യൗവനം കടം ചോദിക്കുവായിരുന്നു. നല്ല മോഹം. വടി കുത്തി നരച്ചു വെളുത്തു കൂനിക്കൂടിയിരിക്കുന്ന ഹരിക്ക് മുറുക്കാനിടിച്ചു കൊടുക്കുന്ന അമ്മു. നല്ല രസമായിരിക്കും ആ സീൻ. അത്ര സിദ്ധികളൊക്കെ കഥകളിൽ മാത്രം ഒതുങ്ങി നിന്നത് നന്നായി. അല്ലെങ്കിൽ എന്നെ പോലുള്ളൊരു മക്കൾക്ക് വലിയ ഭീഷണിയായനെ. ഏതെങ്കിലും മക്കൾ അതിന് തയ്യാറായാലല്ലേ. അച്ഛൻ എങ്ങനെ വല്ല മോഹം ഉണ്ടെന്നറിഞ്ഞ ആ നിമിഷം മക്കളോട് രക്ഷപ്പെടും. അല്ലെങ്കിൽ അച്ഛന്റെ കഥ കഴിക്കും. സാർ ആവശ്യപ്പെട്ട ഞാൻ എന്റെ യൗവനം തരും. അയ്യോ, ചതിച്ചേക്കില്ലേ. നടക്കാത്ത കാര്യമായതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. അല്ല, സത്യം, എന്റെ ലൈഫ് വരെ ഞാൻ കൊടുക്കും. ഞാൻ വിശ്വസിക്കില്ല. ഞാൻ വിശ്വസിക്കുന്നു. കൊടുക്കുന്നതിനേക്കാൾ പ്രധാനം കൊടുക്കാനുള്ള മനസ്സാണ്. മനസ്സില്ലാതെ കൊടുക്കുന്ന ഭിക്ഷയാണോ? അല്ല. സുധയ്ക്കറിയില്ല ഇവനെ. എനിക്കറിയാം. ഇവനാ മനസ്സുണ്ട്. സോറി. എന്ത് പറ്റി ഹരിയേട്ടാ? സോറി. അവനിത്തിരി എമോഷണൽ ആയിപ്പോയി അല്ലേ?
നല്ല ജ്ഞാനം അല്ലേ? എന്നെ കണ്ടതുകൊണ്ടാണോ നിർത്തിക്കളഞ്ഞത്? ഹേയ്, ഞാൻ വെറുതെ ഒരു രസം തോന്നിയപ്പോ. ഇത്ര നന്നായി പാടുമെന്ന് ഞാൻ കരുതിയില്ല. അമ്മുവിന്റെ ഭാഗ്യം. സാർ ഉറങ്ങിയോ? ഇല്ല, ഇന്ന് അദ്ദേഹം വലിയ സന്തോഷത്തിലാ. പാട്ടുകൂടി കേട്ടപ്പോ പറയാനുമില്ല. എനിക്ക് ഹരിയോട് അസൂയ തോന്നുന്നുണ്ട് കേട്ടോ. എന്നോടോ? അത്ര പ്രശംസയൊന്നും വേണ്ട. അസൂയ പാട്ടുകാരനോടല്ല, ഹരിയെ എന്തിഷ്ടാണ് അദ്ദേഹത്തിന്. ഓ, അതോ? എങ്ങനെയാ ഇത് മുഴുവൻ പിടിച്ചു വാങ്ങിയത്? സ്നേഹം കൊടുത്തിട്ട്. കൊടുക്കാനും തരാനും മറ്റാരും എനിക്കില്ല. എന്നെ കുറിച്ച് മറ്റൊന്നും അറിയില്ലായിരിക്കല്ലേ? ചിലതൊക്കെ. ചിലതൊക്കെ എനിക്കും അറിയൂ. അച്ഛനും അമ്മയും ഉണ്ടോന്ന് എനിക്ക് ഉണ്ടാവായിരിക്കും അല്ലേ? ഏതെങ്കിലും ഒരു സ്ത്രീ പ്രസവിക്കാതെ എങ്ങനെയാ ഞാൻ, അല്ലേ? ഓർമ്മയിലുള്ളത് ചിരട്ടയിൽ താളം മുട്ടി സിനിമാ പാട്ട് പാടി നടന്നിരുന്നൊരു കാലം. ഒരു ഹോട്ടലിൽ എച്ചിത്തൊട്ടിയിൽ നിന്നാണ് സാറിനെ പിടിച്ചെടുക്കുന്നത്. അതിനു മുമ്പ് എന്നെ കണ്ടിട്ടുണ്ടത്രേ. പാട്ടുപാടി കൈനീട്ടി നിൽക്കുമ്പോ ഭിക്ഷ തന്നിട്ടുണ്ട്. ഇപ്പോഴും തരുന്നു. ഈ ശരീരവും ജീവിതവും ഒക്കെ സാറ് തരുന്ന ഭിക്ഷ തന്നെയാ. ഞാൻ ബോറടിപ്പിച്ചില്ലേ? വെറുതെ വേണ്ടാത്തൊക്കെ പറഞ്ഞു. സോറിട്ടാ. ഹരി എന്താ അദ്ദേഹത്തെ സാറെന്ന് വിളിക്കുന്നത്? പഴയ ശീലം. അച്ഛാന്ന് വിളിക്കാൻ മനസ്സ് ദാഹിച്ചിട്ടുണ്ട്. അപ്പൊരു ചളിപ്പ്. പക്ഷേ എന്റെ മനസ്സിലെ അതിനർത്ഥം അച്ഛാന്ന് തന്നെയാ. അപ്പോ ഞാൻ അമ്മയുടെ സ്ഥാനത്താണല്ലേ? കിടന്നോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കുട്ടികളോട് മത്സരിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നായ അണയ്ക്കുന്ന പോലെ അണയ്ക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ എന്തുണ്ടായി? അവരിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. നമ്മളിന്ന് അവരും. ആ, അത് ശരി. അപ്പൊ അതായിരുന്നു സൂത്രല്ലേ? ദേ, ഇത്രയും സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണോ? പ്രായം അങ്ങനത്തെയാ. ഓ, നാളെ അവർ ഒന്നാകേണ്ടവരല്ലേ? സ്നേഹിക്കട്ടു. പിന്നെന്റെ അരി വിവേകമില്ലാത്തൊന്നുമല്ല. ഒരു സ്വാതന്ത്ര്യം അവൻ ദുരുപയോഗം ചെയ്യില്ല. കാണുന്നില്ലല്ലോ. ദേ, ഒന്ന് ചെന്ന് നോക്കിയാലോ? തനിക്കെന്താ ഇത്ര അസൂയ? അവരെവിടെങ്കിലും സ്വൈരായിട്ടിരിക്കട്ടെ. എല്ലാ അമ്മായിമാർക്കും ഉണ്ട് ഈ സ്വഭാവം. അമ്മായി അമ്മയോ? അല്ലാതെ ആരാ? ഹരി തന്നെ എന്താ വിളിക്കുന്നേ? ഒന്നും വിളിച്ചിട്ടില്ല. അവൻ ആ കൺഫ്യൂഷനില്ല. അമ്മയെന്ന് വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെ അവൻ അച്ഛാന്ന് വിളിക്കുന്നില്ല. എനിക്കില്ലാത്ത സൗഭാഗ്യം തനിക്ക് വേണ്ട. നമുക്ക് ആ സൗഭാഗ്യം അനുഭവിക്കണ്ടേ? അമ്മയാകാൻ ധൃതിയുണ്ട് തനിക്ക്. തന്റെ ഒരു അംശം പോലും പങ്കുവെച്ചു പോകുന്ന എനിക്കിഷ്ടമല്ല. നമ്മുടെ മക്കൾക്ക് വേണ്ടി പോലും. പണ്ട് കവിതയിൽ ഭ്രമിച്ചു കിടന്ന കാലത്ത് കുത്തിക്കുറിച്ച് ചില വാക്കുകളുണ്ട്. പ്രിയമുള്ളവളെ, എല്ലാറ്റിനോടും എനിക്ക് പകയോ അസൂയയാണ്. നിന്നെ തലോടുന്ന കാറ്റിനോട്, നിന്നെ പൊതിയുന്ന ഉടയാടകളോട്, നിന്റെ മുടിത്തുമ്പിൽ സുഖം പറ്റുന്ന പൂക്കളോട്, ഒരു കള്ളനെ പോലെ എനിക്കുള്ള ചുംബനങ്ങൾ കവർന്നെടുക്കുന്ന നിന്റെ തലയിണകളോട്. അതന്നെയാ ഞാനും പറഞ്ഞു. രണ്ടും കൂടെ. മിണ്ടാതിരുന്നുള്ളൂ വികൃതി. ഞാനാണ്. ആരാണെന്ന്? ഞാനാണെന്ന്. നമസ്തേ നമസ്തേ.
നിങ്ങൾ ആരാണ്? ഈശ്വര, ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ദേ ഇത് ഞാനാ. ആഹാ, ആ താനായിരുന്നു. ഞാൻ വിചാരിച്ചതോ കള്ളുകൂടിയന്മാരാണെന്ന്. അല്ല, എന്റെ പെട്ടിമേലേക്ക് സൂക്ഷിച്ചു നോക്കണേ. NS വിചാരിക്കും എഴുതി തീർന്ന അധ്യായങ്ങൾ ഇതിലിട്ട് കൊണ്ടുപോകാനാണെന്ന്. സത്യത്തിൽ അതിനല്ല. ഊട്ടിയല്ലേ, പോകുമ്പോ കുറച്ച് മുന്തിരിയോ ആപ്പിളോ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകാലോ എന്ന് വിചാരിച്ചു കൊണ്ടുവന്നതാ. ഈ വരിക്കാരൻ എന്ന് വിളിച്ചു ചോദിക്കും, എഴുതി തീർന്നോ എന്ന്. എന്നാ പിന്നെ അവൻ അവന്റെ കുടുംബക്കാരെ കൊണ്ട് എഴുതിച്ചാ പോരെ. ഈ ദോശ വിട്ടെടുക്കുന്ന പോലെ ഒന്നുമില്ലല്ലോ നോവലെഴുത്ത്. സാറ് എഴുതി തുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ അല്ലേ? എഴുതണ്ട. ഈ വരിക്കാരൊരു പാഠം പഠിപ്പിക്കാൻ പറ്റുന്നു ഞാനൊന്ന് നോക്കട്ടെ. തുടങ്ങി. 5 അധ്യായം കഴിഞ്ഞു. മാത്രമല്ല, ഇത് കഴിഞ്ഞ ഉടനെ മറ്റൊന്ന് തുടങ്ങാൻ പോവാണ്. അയ്യോ, എന്നാ അതും എനിക്ക് തരണേ. ഈസി ബുക്സ് ഒന്ന് രക്ഷപ്പെടട്ടെ. അങ്ങനെ ഈസി ബുക്സ് രക്ഷപ്പെടണ്ട. അരേ, നല്ല ചൂടായിട്ട് ചായ എടുക്കാൻ ചിറ്റമ്മയോട് പറഞ്ഞേ. ഓ. ചിറ്റമ്മ. എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഞാൻ പറയാം. പിടികിട്ടിയില്ലല്ലേ? ഇല്ല. മകനാ. ആ. വാ. ചിറ്റേ, ആ ചിറ്റയോട് പറയാൻ പറഞ്ഞു. ചായക്ക് നല്ല ചൂട് വേണമെന്ന്. ചിറ്റ സമ്മതിച്ചിരിക്കണോ? അയ്യേ, എന്താ വിളിച്ച ചിറ്റോ? എന്ന് വെച്ചാൽ എന്താ? എന്ന് വെച്ചാ കുന്തം. എടി, നമ്മളൊക്കെ ചെറിയമ്മേന്ന് വിളിക്കില്ലേ? അതിന് തെക്കോട്ടൊക്കെ ചിറ്റമ്മേന്ന് പറയാ. ചിറ്റ. അമ്മായിന്ന് വിളിച്ചാ മതിയായിരുന്നു. അയ്യടാ, കഴുത. ഇങ്ങനെ ഇവള് കാണിച്ചിട്ടുള്ള മണ്ടത്തരങ്ങൾ പറഞ്ഞാ തീരില്ലെന്ന്. പണ്ടാരോ ഇവളോട് പറഞ്ഞു, ഇവളുടെ ശബ്ദം നല്ലതാണ്, പാട്ട് പഠിക്കണമെന്ന്. 5-6 മാസം ഒരു ഭാഗവതര് തല കുത്തി എന്നിട്ട് സ്വരങ്ങൾ പോലും പഠിക്കാൻ പറ്റില്ലെന്ന്. എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു, കുതിരക്കൊമ്പ് പാലിലരച്ച് 3 ദിവസം കഴിച്ചാൽ മതി, അസലായിട്ട് പാടാൻ പറ്റുന്നു. 3-4 കൊല്ലം മുമ്പ് വരെ ഈ കഴുത കുതിരക്കൊമ്പ് അന്വേഷിച്ച് നടക്കായിരുന്നു. കുതിരക്കൊമ്പ്? കുതിരക്ക് കൊമ്പില്ലെന്ന് ഏത് കൊച്ചുകുട്ടിക്കാടി അറിയാത്തത്? കൊമ്പുള്ള ഒരുതരം കുതിരകൾ ഉണ്ടെന്ന് കാര്യമായിട്ടും പറഞ്ഞോണ്ടല്ലേ ഞാൻ വിശ്വസിച്ചത്. കേട്ടോ, ഞാൻ നുണവറണല്ല. ഇവിടെ SLC 3 പ്രാവശ്യം തോറ്റയിലല്ല. 1-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെയുള്ള പടികളെല്ലാം ചവിട്ടി കയറി 1 കൊല്ലം പോലും തോക്കാതെ ഇവളെങ്ങനെ 10-ാം ക്ലാസ് വരെ എത്തി എന്നുള്ളത് ലോക അത്ഭുതമല്ലേ? മതി ചിരിച്ചത്. ബുദ്ധി ബോധമൊന്നുമില്ല, സമ്മതിച്ചു. അമ്മു, നമ്മൾ വെറുതെ തമാശ പറയണതാ. പറഞ്ഞോളൂ. നിങ്ങൾ ബുദ്ധിയും ബോധമൊക്കെ ഉള്ളവര്. ഹരിയേട്ടൻ പറഞ്ഞൊക്കെ മാത്രമേ അമ്മ വിശ്വസിച്ചിട്ടുള്ളൂ. ഇനി എന്ത് നുണ പറഞ്ഞാലും വിശ്വസിച്ചെന്ന് വരും. പക്ഷെ അത് ബുദ്ധിയില്ലാത്തോണ്ട് മാത്രമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. അമ്മോ, അമ്മോ. അയ്യോ, ഇനി എന്താ ചെയ്യാ? ഓ, ഒന്നുമില്ലെന്ന്. ഇതൊക്കെ ഇപ്പൊ തീരും. ഞാൻ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന? ഇതവൾക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. കരയുന്ന ഞാൻ വിചാരിച്ചേ. ഞാൻ വിളിച്ചോണ്ട് വരാം. ഇപ്പൊ ചെന്ന് വിളിച്ച അവള് വലിയ പത്രാസ് കാണിക്കും. ചിറ്റ എവിടേക്ക്? അവള് വരും. നല്ല കുട്ടിയാണ് കേട്ടോ അവൾ. ചിലപ്പോ നമുക്ക് ദേഷ്യം വരും. എന്നാലും എനിക്ക് വലിയ ഇഷ്ടം അവള്. പിണങ്ങിയൊന്നിരിക്കുക. അയ്യേ, അമ്മ ഇത്ര മണ്ടിയായി പോയല്ലോ. മണ്ടിയാന്ന് അമ്മായും പറഞ്ഞു തുടങ്ങിക്കോളൂ. ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞല്ല. ഹരി അമ്മൂനെ കളിയാക്കണത് ഇഷ്ടം കൊണ്ടല്ലേ? തിരിച്ചതേപോലെ അങ്ങോട്ട് കളിയാക്കണം. അങ്ങനല്ലേ വേണ്ടത്? വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? എനിക്ക് വേണ്ട. വാശി കളയൂ കുട്ടി. അമ്മൂന് വേണ്ടെങ്കിൽ ഞാനും കഴിക്കണില്ല, ഹരിയും കഴിക്കണില്ല. പട്ടിണി കിടക്കാനാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി കിടക്കാം. എന്താ, ഞങ്ങളെല്ലാം പട്ടിണി കിടാനാ അമ്മൂന് ഇഷ്ടം? വാ, എന്നിട്ട് വാ. അമ്മായിയല്ലേ വിളിക്കണത്? വാ.
ഇവക്ക അമ്മയുടെ സ്വഭാവം കുറെ കിട്ടിയിട്ടുണ്ട്. വയറ്റില് തീ പിടിച്ചപ്പോ വഴക്കും പോയി പിണക്കവും പോയി കഴുത. ഹരി മതി, കളിയാക്കൽ കുറച്ച് കൂടുന്നുണ്ട്. ഇനി എന്റെ അമ്മൂനെ കളിയാക്കിയ നല്ല അടി വെച്ചു തരും. ഓ, ഇപ്പൊ നിങ്ങളൊന്നായി, നമ്മള് പുറത്ത്. ഞാനല്ലേ പുറത്ത്. കഴുത കഴിയാമോ, ലോകത്തെ ഏറ്റവും അനുസരണയും ഭക്തിയുള്ള മൃഗം കഴുതയാണ്. ആ ഗുണങ്ങളൊക്കെ ഉള്ള മൃഗത്തിന് പേര് വിളിക്കുന്ന മോശമാണോ? അത് കഴുതയല്ലേ, ഇത് മരക്കഴുത. അമ്മോ അമ്മോ, എന്ത് കഷ്ട ഹരി ഇത്. അത്ര ഗൗരവാണെങ്കിൽ അവള് പോട്ടെന്ന്. ഒരു രാത്രി പട്ടിണി ഇറന്ന ചത്തു പോത്തൊന്നുമില്ല. ഇത്തിരി തടിയും കുറയും. തമാശ ഇത്തിരി കൂടുന്നു, അധികമായാൽ ആരും അത് സഹിക്കില്ല. അമ്മോ, അമ്മൂട്ടി പിണക്കാ നീ? ഞാൻ പിണങ്ങിയാലെന്താ, പിണങ്ങിയാലെന്താ? ഇവളുടെ പിണക്കൊന്ന് മാറ്റിയിട്ട് എന്നെ കാര്യം. ചിരിക്കടി, 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 അമ്മ ചിരിക്കാൻ. ചിരിക്കടി. ഇവിടെ പട്ടിണിയൊന്നല്ല കേട്ടോ, ഇവിടെ വയറ് നിറച്ച ആപ്പിൾ കഴിച്ചിട്ട് കള്ളി. അത് മനസ്സിലായല്ലോ, ഇനി പൊയ്ക്കോളൂ. ഓ, അല്ല ഞാന് ഓ. എന്തെങ്കിലും കഴിച്ചിട്ട് വായ ശരിക്ക് കഴിയില്ലെങ്കിൽ പല്ല് കേടൂരും കേട്ടോ. ഹരി എന്തൊക്കെ കഴിച്ചു അമ്മൂന് മനസ്സിലായിട്ടുണ്ടാവും. ദാ ഈ പാലുകൂടി കുടിക്കൂ, എന്നിട്ട് വാതിലടച്ചോളൂ. ഇനി എന്തൊക്കെ കഴിച്ചു ഹരി അറിയണ്ട. മോശായി, ചമ്മി തൊലി പൊളിഞ്ഞു പോയി. പിന്നെ നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാം. അമ്മായി എന്തിനാ അപ്പൊ വരാൻ പോയത്? വരികയാണെങ്കിൽ തന്നെ ഇങ്ങനെ പൂച്ചയെ പോലെ പമ്മി വരണോ? നമ്മള് പിണക്കം തീർക്കാൻ അവരറിഞ്ഞോ? കണ്ടപ്പോ മനസ്സിലായല്ലോ, അപ്പൊ ഒഴിഞ്ഞു പോയായിരുന്നില്ലേ? കാഴ്ച കണ്ടു നിന്നു. ഇത്തിരി അസൂയുണ്ട്, എനിക്കറിയാം. അവരെന്തിനാ അസൂയപ്പെടണേ? സാറ് പറഞ്ഞ ശരിയാ, അമ്മയുടെ സ്വഭാവം കുറച്ച് മൂക്കുണ്ട്. കഴുത. കൊച്ചമ്മ വിളിക്കണോ? ആരെ? സാറിനെ വേഗം വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ചെല്ല്. വാ. ഞാനില്ല, ചെല്ല്. എന്നെയല്ലല്ലോ വിളിച്ചത്. അയ്യടാ മരക്കഴുത.